ഹായ്, നമ്മുടെ ഊട്ടി ട്രിപ്പിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ആദ്യം പോയത് ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഇതാണ് ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷൻ. നീലഗിരി മൗണ്ടൻ റെയിൽവേയുടെ അവസാന സ്റ്റേഷനാണിത്. അതുപോലെ തന്നെ മേട്ടുപ്പാളയത്തേക്കുള്ള ടോയ് ട്രെയിൻ ഇവിടുന്നാണ് ആരംഭിക്കുന്നത്. 46 കിലോമീറ്ററാണ് ഇവിടുന്ന് മേട്ടുപ്പാളയത്തേക്ക്. അതിന് ഏകദേശം 4.5 മുതൽ 5 മണിക്കൂർ വരെയാണ് യാത്രാ സമയം. ഇതാ മേട്ടുപ്പാളയത്തേക്ക് പോകാനുള്ള ട്രെയിൻ ഇവിടെ റെഡിയായി നിൽക്കുകയാണ്. നല്ല തിരക്കുണ്ട് ഇന്ന്. പിന്നെ അതുപോലെ തന്നെ മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യാത്ത കാരണം നമുക്ക് എന്തായാലും ഇന്ന് യാത്ര ചെയ്യാൻ പറ്റില്ല. സിനിമാ പ്രേമികളായ ഓരോ മലയാളികളുടെയും മനസ്സിൽ എന്നും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണിത്. കാരണം കിലുക്കം എന്നുള്ള ആ ഒരു സിനിമയിൽ കഥാപാത്രങ്ങൾക്കൊപ്പം തന്നെ ഈ ഒരു സ്റ്റേഷനും അത്രയും പ്രാധാന്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സീനൊക്കെ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത്. ആ കാണുന്ന ട്രെയിൻ 2016 യാത്ര അവസാനിപ്പിച്ചിട്ട് ഇപ്പം ഒരു മ്യൂസിയം പോലെ വെച്ചിരിക്കുകയാണ്. പിന്നെ ഈ ഒരു ട്രെയിനിൻ്റെ മുന്നിലും അതിൻ്റെ അകത്തൊക്കെ കയറിയിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. ഇനിയിപ്പോൾ നേരെ പോകുന്നത് ലൗഡേൽ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഊട്ടിയിലെത്തുന്ന ഏതൊരാളും വിസിറ്റ് ചെയ്യുന്ന 2 റെയിൽവേ സ്റ്റേഷനാണ്. ഒന്ന് ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷനും അതുപോലെ തന്നെ ലൗഡേൽ റെയിൽവേ സ്റ്റേഷനും. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ട്രെയിൻ ഇതുവഴിയാണ് മേട്ടുപ്പാളയത്തേക്ക് പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റേഷന് നമുക്ക് ഒരുപാട് സിനിമകളിലൊക്കെ കാണാൻ പറ്റും. നമുക്ക് 2 ട്രെയിൻ ഒന്നിച്ച് കാണാനുള്ളൊരു ഭാഗ്യമുണ്ടായി. ഒന്ന് മേട്ടുപ്പാളയത്ത് നിന്ന് വരികയാണ്, മറ്റേത് മേട്ടുപ്പാളയത്തേക്ക് തിരിച്ചു പോവുകയാണ്. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡാണ്. ഇവിടുന്ന് ഈ മരങ്ങൾക്കിടയിൽ കൂടി നമുക്ക് ആ ഒരു സ്റ്റേഷനും അതുപോലെ തന്നെ ട്രെയിൻ പോകുന്നതൊക്കെ കാണാൻ പറ്റും. അടുത്തത് നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ അവിടെ എത്തിയിട്ട് കാണാം. നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിലെത്തി അകത്തോട്ട് കയറുകയാണ്. നല്ല തിരക്കുണ്ട് ഇന്ന്. പിന്നെ ക്ലൈമറ്റ് നല്ലതായതുകൊണ്ട് മാക്സിമം എല്ലായിടത്തും നടന്ന് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇവിടെയാണ് ഊട്ടിയിലെ ഫ്ലവർ ഷോ നടക്കുന്നത്. എല്ലാ വർഷവും മെയ് മാസത്തിലാണത്. ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഫ്ലവർ ഷോവും കാണാം, അതുപോലെ തന്നെ റോസ് ഗാർഡനിലെ ഫ്ലവർ ഷോവും കാണാം.
ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണമാണ് ഈ ഒരു ഗ്ലാസ് ഹൗസ്. പൂർണ്ണമായും സ്റ്റീൽ ഫ്രെയിമിലും അതുപോലെ തന്നെ ഗ്ലാസ്സിലുമാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. മെയ് മാസത്തിലെ ഫ്ലവർ ഷോ പ്രധാനമായും ഇതിനകത്താണ് നടക്കുന്നത്. ഏകദേശം 1000-ൽ പരം പൂക്കളുണ്ടാകും ആ സമയത്ത് ഇതിനകത്ത്. ബൊട്ടാണിക്കൽ ഗാർഡനിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇനി നേരെ പോകുന്നത് ടീ ഫാക്ടറിയിലേക്കാണ്. നമ്മളിത് വിസിറ്റ് ചെയ്യുന്നത് ബെഞ്ച് മാർക്ക് ടീ ആൻഡ് ചോക്ലേറ്റ് ഫാക്ടറിയാണ്. ഇതാ ഈ ഒരു ഫാക്ടറിയുടെ ചുമരൊക്കെ ശരിക്കും ചോക്ലേറ്റിൻ്റെ ആ ഒരു മോഡലിൽ തന്നെ അവർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളകത്തോട്ട് കയറുകയാണ്. ഇതാണ് ചോക്ലേറ്റിൻ്റെ സെക്ഷൻ. ഇവിടെ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും അവർ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതൊക്കെ. പല ഫ്ലേവറുകളുള്ള ചോക്ലേറ്റൊക്കെ അവരിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ വലിയ ഡിസ്പ്ലേയിൽ ഈ ഒരു ഫാക്ടറിയുടെ ചരിത്രവും അതുപോലെ തന്നെ അവർ ആ ഒരു പ്രോസസ്സിംഗ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം ടീ ഫാക്ടറിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അത് ഇതിൻ്റെ തൊട്ട് മുകളിലെ ഫ്ലോറിലാണ്. ഇവിടെ വിസിറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഇവരുടെ വകയായിട്ടൊരു വെൽക്കം ടീ ഉണ്ട്. അതൊക്കെ കുടിച്ചിട്ട് നമ്മൾ അകത്തേക്ക് കയറി.
ഇതാണ് ഇവരുടെ ചോക്ലേറ്റ് സെല്ലിങ് ഏരിയ. നല്ല ഫ്രഷ് ചോക്ലേറ്റ് കിട്ടും. അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ഫ്ലേവേഴ്സും ഉണ്ട്. നമ്മളും കുറച്ച് ചോക്ലേറ്റ്സൊക്കെ അവിടെ നിന്ന് വാങ്ങി. ഇത് അതിനോടനുബന്ധിച്ച് തന്നെയുള്ള ഒരു വലിയൊരു സ്റ്റാളാണ്. ശരിക്കും ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയ ആ ഒരു ഫീലാണ്. കാരണം A to Z സാധനം നമുക്കവിടെ കിട്ടും. കുട്ടികളുടെ ടോയ്സ് മുതൽ വീട്ടുപകരണങ്ങളിലെ എല്ലാ സാധനങ്ങളും ഉണ്ട് അതിനകത്ത്. നമ്മൾ അതൊക്കെ ചുറ്റിക്കറങ്ങി കണ്ട് കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ നിന്ന് നമ്മൾ യാത്ര തിരിക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മുടെ ഊട്ടി ട്രിപ്പ് ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴി സെൻറ്റ് സ്റ്റീഫൻ ചർച്ചും കൂടി ഒന്ന് കാണാനുണ്ട്. അതും കൂടി കണ്ടിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക്. ഇതാണ് സെൻറ്റ് സ്റ്റീഫൻ ചർച്ച്. ഇന്ന് ആരും ഇല്ല ഇതിനകത്ത്, നമ്മൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ശരിക്കും എല്ലാം വിശാലമായിട്ട് നമുക്കൊക്കെ കാണാൻ പറ്റി. ഈ ഒരു ചർച്ചിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് 1830 ഇത് നിർമ്മിച്ചത്. അതായത് ഏകദേശം 195 വർഷത്തോളം പഴക്കമുണ്ട് ഈ ഒരു ചർച്ചിന്. ഇതാ അങ്ങനെ നമ്മുടെ ഊട്ടി ട്രിപ്പ് കംപ്ലീറ്റ് ആയി. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഊട്ടിയിൽ നിന്നുള്ള ലാസ്റ്റ് ഷോട്ടാണിത്. കാരണം നിച്ചുവിന് തേയിലത്തോട്ടം കാണണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതും കൂടി ഒന്ന് കാണിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇതാ അതൊക്കെ കാണിച്ചിട്ട് തിരിച്ച് പോവാണ്.